ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായമായ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഓഥറായ വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. വില്യം വേർഡ്സ്വർത്ത് 1770 to 1850 വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. ഒരു പ്രധാന ഇംഗ്ലീഷ് കവിയായിരുന്നു വില്യം വേർഡ്സ്വർത്ത്. Lyrical Ballads, a collection of poems written by William Wordsworth and Samuel Taylor Coleridge, made him a major figure in the literary circle. വില്യം വേർഡ്സും സാമുവൽ ടൈലർ കോളറിഡ്ജും എഴുതിയ കവിതാ സമാഹാരമായ ലിറിക്കൽ ബാലഡ്സ് അദ്ദേഹത്തെ സാഹിത്യലോകത്തെ ഒരു പ്രധാന വ്യക്തിയാക്കി. He became poet laureate in 1843. 1843 അദ്ദേഹം കവി പുരസ്കാര ജേതാവായി. His famous work include Daffodils, Lucy Gray and the Prelude. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് ഡാഫോഡിൽസ്, ലൂസി ഗ്രേ, ദി പ്രെല്യൂഡ് എന്നിവ. In simple, ordinary language, Wordsworth presents nature as an antidote to the corrupting influence of society. ലളിതമായ സാധാരണ ഭാഷയിൽ വേർഡ്സ്വർത്ത് പ്രകൃതിയെ സമൂഹത്തിൻ്റെ ദുഷിച്ച സ്വാധീനത്തിൻ്റെ മറുമരുന്നായി അവതരിപ്പിക്കുന്നു. He is known as the poet of nature. പ്രകൃതിയുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായി ഈ കവിതയുടെ മുഴുവനായിട്ടുള്ള ആശയം ഒന്ന് അവതരിപ്പിക്കാം. പ്രധാനമായും ഈ കവിതയിൽ 3 ആശയങ്ങളാണ് കവി പ്രതിപാദിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ബ്യൂട്ടിഫുൾ സൈറ്റ് ആൻഡ് പീസ് സൗണ്ട് ഇൻ ദി വേൾഡ് ഓഫ് നേച്ചർ ബ്രിങ് പ്ലസൻറ്റ് തോട്ട്സ് ഇൻ ദി mind of poet, but the activities of human like disharmony made him very sad. പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകളും ശബ്ദങ്ങളും സമാധാനവും കവിയെ വളരെയധികം സന്തോഷവാനാക്കി. എന്നാൽ മനുഷ്യരുടെ ഒത്തൊരുമയില്ലാത്ത നശിച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സങ്കടവാനുമാക്കി. സെക്കൻഡ് വൺ, ഹ്യൂമൻസ് നോട്ട് ഓൺലി ഹാം themselves but also they destroy the nature. They do not considering their future generations. മനുഷ്യൻ അവരെ സ്വയം തന്നെയല്ല നശിപ്പിക്കുന്നത്, അവർ പ്രകൃതിയെയും കൂടി നശിപ്പിക്കുന്നുണ്ട്. പുതുതലമുറയെക്കുറിച്ച് പോലും ആലോചിക്കാതെയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് കവിതയിൽ പ്രതിപാദിക്കുന്നു. കോ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻസ് ആർ ദി ഹോളി പ്ലാൻ ഓഫ് നേച്ചർ. ഇതാണ് മൂന്നാമത്തെ ആശയം. ഇതിൽ പറയുന്നത് മനുഷ്യരുമായുള്ള ഒത്തൊരുമയുള്ള പ്രവർത്തനമാണ് നേച്ചറിൻ്റെ, പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്നാണ്. സോ നമുക്ക് ഇനി ഈ കവിതയിലെ ആദ്യത്തെ സ്റ്റാൻസ പരിചയപ്പെടാം. I heard 1,000 blended notes. ഞാൻ 1000 ശബ്ദത്തിൻ്റെ താളങ്ങൾ കേട്ടു. എപ്പോഴാണ് കേട്ടത്? While in a grove I sat reclined. ഞാൻ ഒരു തോപ്പിൽ വിശ്രമിക്കാനായി ഇരുന്നപ്പോൾ 1000 ശബ്ദങ്ങൾ ഞാൻ കേട്ടു. സേറ്റ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റിൻ്റെ പാസ്റ്റ് ടെൻസായ സാറ്റിനെ ഓൾഡ് ഇംഗ്ലീഷിൽ സെറ്റ് എന്നാണ് പ്രതിപാദിക്കുന്നത്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, ആ മനോഹരമായ ആ മധുരമാർന്ന നിമിഷത്തിൽ, വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു മൈ മൈൻഡ്, സന്തോഷകരമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സങ്കടകരമായ ചിന്തകൾ കൊണ്ടുവന്നു. ഇതാണ് ഈ കവിതയിൽ ആദ്യത്തെ സ്റ്റാൻസയിൽ പ്രതിപാദിക്കുന്ന ആശയം. നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് കടക്കാം.
To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. To her fair works, ഇവിടെ കവി പ്രകൃതിയെ അവൾ ഒരു സ്ത്രീയുമായി ഉപമിച്ചിരിക്കുകയാണ്. ടു ഹർ ഫെയർ വർക്സ്, അവളുടെ സൽപ്രവൃത്തിയിലേക്ക് ഡിഡ് നേച്ചർ ലിങ്ക്, ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്തിനെയാണ് ബന്ധിപ്പിച്ചത്? ദ ഹ്യൂമൻ സോൾ, മനുഷ്യൻ്റെ ആത്മാവിനെ, ദാറ്റ് ത്രൂ മീ റാൻ, അത്തരം ഒരു ആത്മാവാണ് എന്നിലൂടെയും ഓടുന്നത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹേർട്ട്, എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ടു തിങ്ക്, ഒരു കാര്യം ചിന്തിക്കുമ്പോൾ. എന്താണത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യനോട് ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കവിയുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ കവി പറയുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് പ്രവേശിക്കാം. Through primrose steps in that green bower, the periwinkle trailed its wreaths, and 'tis my faith that every flower enjoys the air its breath. Through primrose steps, primrose ചെടിക്കൂട്ടങ്ങളിലൂടെ, steps means a group. In that green bower, ആ കാണുന്ന പച്ച വള്ളിക്കുടിലിൽ, the periwinkle trailed means സ്പ്രെഡ്, പെരുവിങ്കിൾ ചെടി പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഇറ്റ്സ് റീത്ത്, അങ്ങനെ അതൊരു റീത്തായി മാറുന്നു. ആൻഡ് ടിസ് മൈ ഫെയ്ത്ത്, എൻ്റെ ഉറച്ച വിശ്വാസമാണ്. എന്താണത്? ദാറ്റ്, അത് എവരി ഫ്ലവർ, ഓരോ പൂക്കളും, എൻജോയ് ദ എയർ ഇറ്റ്സ് ബ്രീത്ത്, അവർ ശ്വസിക്കുന്ന വായു വളരെയധികം ആസ്വദിക്കുന്നു എന്നത് എൻ്റെ ഉറച്ച വിശ്വാസമാണ് എന്നതാണ് ഈ സ്റ്റാൻസയിൽ പ്രതിപാദിക്കുന്നത്. The birds around me hopped and played. Their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. The birds around me hopped and played. എനിക്ക് ചുറ്റുമുള്ള പക്ഷികൾ തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരുന്നു. hopped means jumped. Their thoughts, അവരുടെ ചിന്തകൾ, I cannot measure, എനിക്ക് അളക്കാൻ സാധിക്കുന്നതല്ല. But the least motion which they made, അവരുണ്ടാക്കുന്ന ഒരു ചെറിയ ചലനം പോലും, it seemed a thrill of pleasure, അവരുടെ വലിയ ആഹ്ലാദത്തിൻ്റെ പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് കവി ഈ സ്റ്റാൻസയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ സ്റ്റാൻസയിലേക്ക് പ്രവേശിക്കാം. The budding twigs spread out their fan to catch the breezy air, and I must think, do all I can, that there was pleasure there. The budding twigs spread out their fan. Budding twigs, അതായത് പുതുതായി മുളച്ചുകൊണ്ടിരിക്കുന്ന കൊമ്പുകൾ, സ്പ്രെഡ്, വിടർത്തുന്നു, വികസിപ്പിക്കുന്നു. their fan, അവരുടെ ഫാൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലീഫാണ്, ഇലയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവരുടെ ഇല വികസിപ്പിക്കുന്നത്? ടു കാച്ച് ദ ബ്രീസി എയർ, ഇളങ്കാറ്റിനെ പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇളങ്കാറ്റിനെ മാറോട് ചേർക്കാൻ വേണ്ടി. ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, ഞാനിവിടെ ചിന്തിക്കേണ്ട കാര്യം, ഡു ഓൾ ഐ ക്യാൻ, ദാറ്റ് ദർ വാസ് പ്ലഷർ ദർ, ഞാനിരിക്കുന്ന ഈ തോപ്പിൽ എല്ലായിടത്തും സന്തോഷം നിറഞ്ഞിരിക്കുന്നു എന്നതാണ് കവി ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്നതാണ് ഇതിൽ പറയുന്നത്. ഇതാണ് അഞ്ചാമത്തെ സ്റ്റാൻസയുടെ ആശയം. ഇനി നമുക്ക് ആറാമത്തെ സ്റ്റാൻസയിലേക്ക് പ്രവേശിക്കാം. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? If this belief from heaven be sent, ഇത് സ്വർഗത്തിൽ നിന്നുള്ള വിശ്വാസമാണെങ്കിൽ, if such be nature's holy plan, ഇതാണ് പ്രകൃതിയുടെ ഭാവന തത്വമെങ്കിൽ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ്, എനിക്ക് സങ്കടപ്പെടാനാണോ കാരണങ്ങളില്ലാത്തത്? വട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യനോട് ചെയ്തതിനെ കുറിച്ചോർക്കുമ്പോൾ. ഇതാണ് ആറാമത്തെ സ്റ്റാൻസയുടെ ആശയം കവി ഈ കവിതയിൽ പ്രതിപാദിക്കുന്നത്.